നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലളിത ജീവിതം, ദൃഢനിശ്ചയം. OJ ജനീഷിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. OJ ജനീഷിൻ്റെ ഫോട്ടോ മുൻപ് ഫ്ലെക്സ് ബോർഡുകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി കാലങ്ങളോളം പ്രവർത്തിച്ചിട്ടും തൻ്റെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡുകളിൽ നിറയ്ക്കാൻ OJ ജനീഷ് ശ്രമിച്ചിട്ടുമില്ല. പാലിയേക്കര ടോൾ പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിച്ച് ടോൾ പിരിവ് നിർത്തിവെച്ചതിന് പിന്നിൽ OJ ജനീഷിൻ്റെ നീക്കങ്ങൾ. 1988 OJ ജനീഷിൻ്റെ ജനനം. പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ ബാർ തൊഴിലാളിയായ അച്ഛൻ മരിച്ചു. ഇതോടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ജനീഷിലേക്ക്. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകും. കോളേജ് വിദ്യാഭ്യാസത്തിനൊപ്പം സെക്യൂരിറ്റി ജോലി ഉൾപ്പെടെയുള്ള പാർട്ട് ടൈം ജോലികൾ ചെയ്തു. VD സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ മകനായി വളർന്ന ജനീഷ് പെരുമ്പാവൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായും ഇന്റർനെറ്റ് കഫേയിലെ തൊഴിലാളിയായും ജോലി ചെയ്താണ് പഠനം പൂർത്തിയാക്കിയത്. ജീവിതത്തോട് പടവെട്ടിക്കയറി വന്ന ഈ ചെറുപ്പക്കാരൻ്റെ കഥ ആരെയും അതിശയിപ്പിക്കും. ചാലക്കുടി സിദ്ധാർത്ഥ ബാറിലെ ജീവനക്കാരനായിരുന്നു അച്ഛൻ ജനരാജൻ. ജോലിസ്ഥലത്ത് വെച്ച് അച്ഛൻ കുഴഞ്ഞു വീട് മരിക്കുമ്പോൾ അന്ന് പോളിടെക്നിക്കിൽ പഠിക്കുകയായിരുന്നു OJ ജനീഷ്. ജനീഷ് വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ്റെ മരണം സംഭവിച്ചു. വീട്ടിലെ ദുരിതം കണ്ടാണ് ജോലിക്ക് പോയി തുടങ്ങിയത് ജനീഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ചൊഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ജനീഷ് കടന്നുവരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പോലും ഇത്തരമൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. VR സുനിൽകുമാർ എന്ന അതികായൻ്റെ പതനം 8308 വോട്ടുകൾക്ക്. സർപ്രൈസ് ബേബി എന്ന് VD സതീശൻ ടീം OJ ജനീഷിനെ വിശേഷിപ്പിച്ചു. ലീഡറുടെ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി വളർന്നു വന്ന യുവതാരകം. കൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴാണ് KSUയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ജനീഷ് കടന്നു വന്നത്. തൃശൂർ ഗവൺമെൻറ് ലോ കോളേജിലെ പഠനത്തിൽ KSU ജില്ലാ വൈസ് പ്രസിഡന്റായി ഉയർന്നു. നിയമപഠനം പൂർത്തിയാക്കി തൃശൂർ ബാറിൽ അഭിഭാഷകനുമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകൾക്കതീതമായി വോട്ടുകൾ നേടി സംസ്ഥാന പ്രസിഡന്റിൻ്റെ കസേരയിലേക്ക് ജനീഷ് കടന്നു വരുമ്പോൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഈ നേതാവ്. അപ്രതീക്ഷിതമായി ലഭിച്ച സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം, മറുവശത്ത് ഇന്ത്യ യുണൈറ്റഡ് പദയാത്ര, രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര എന്നിവയുടെ സംഘാടനത്തിൽ പ്രധാന പങ്ക്. നേരത്തെ കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സേവന പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ OJ ജനീഷിനെ കാണാമായിരുന്നു. എന്നാൽ പാർട്ടിയുടെ പോസ്റ്ററുകളിൽ ജനീഷിന്റെ ഫോട്ടോ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. തൻ്റെ ഫോട്ടോ പോസ്റ്ററുകളിൽ ഉണ്ടാവരുത് എന്ന് ജനീഷ് എപ്പോഴും പറയും. ഒടുവിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂർ പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് ജനീഷിനെ തന്നെ. മുൻ മന്ത്രിയും CPI നേതാവുമായ VK രാജന്റെ മകനും സിറ്റിംഗ് MLAയുമായ VR സുനിൽകുമാറിനെ കീഴടക്കാൻ ജനീഷിന് കഴിയുമോ എന്ന സന്ദേഹം പാർട്ടിക്കുമുണ്ടായിരുന്നു. ജനീഷിന്റെ പ്രചരണം ഏറെ പ്രത്യേകതകളുള്ളത്. സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ജനീഷ് വോട്ടഭ്യർത്ഥിച്ചത്. മറുവശത്ത് കനത്ത വെയിലിലും ചൂടിലും ജോലി ചെയ്യുന്ന അമ്മമാരെ കണ്ടാൽ പെട്ടെന്ന് പ്രചരണ വാഹനം നിർത്തും. പിന്നീട് തൊഴുകൈകളോടെ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന അമ്മ പുഷ്പയെക്കുറിച്ചും തൻ്റെ പഠനകാലത്തെക്കുറിച്ചുമൊക്കെ ജനീഷ് അവരോട് സംസാരിക്കും. നിങ്ങളെപ്പോലൊരാളാണ് എൻ്റെ അമ്മ. പോളിടെക്നിക് പഠനവും പിന്നീട് നിയമ പഠനവും അക്കാലഘട്ടത്തിൽ താൻ ചെയ്ത പാർട്ട് ടൈം ജോലികളെക്കുറിച്ച് വോട്ടർമാരോട് ജനീഷ് വാചാലനായി. യുവതലമുറയോട് നിങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യണമെന്ന് ജനീഷ് അഭ്യർത്ഥിച്ചു. വോട്ടഭ്യർത്ഥന മാത്രമല്ല, യുവാക്കൾക്ക് വലിയൊരു സന്ദേശം കൊടുക്കാനും ഈ പ്രചരണങ്ങളിലൂടെ ജനീഷിന് കഴിഞ്ഞു. കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സ്നേഹയാത്രയായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. യുവാക്കളെ സ്നേഹിച്ചും അമ്മമാരെ സ്നേഹിച്ചുമൊക്കെ ജനീഷ് ആ പ്രചാരണം വിജയകരമായി പൂർത്തിയാക്കി. ഒരുപാട് ജീവിത പ്രതിസന്ധികൾ, പലപ്പോഴും ജീവിതം വഴിമുട്ടി പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു ആ യുവാവ്. അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ടാണ് താൻ പാർട്ട് ടൈം ജോലികൾക്കിറങ്ങിയത് എന്ന് ജനീഷ് പറയുന്നു. ആദ്യം വ്യവസായ സ്ഥാപനത്തിൽ വൈകിട്ട് മുതൽ പുലർച്ചെ വരെ സെക്യൂരിറ്റി ജോലി. ഉറക്കമില്ലായ്മ പ്രശ്നമായതോടെ അത് മതിയാക്കി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലെ പുസ്തക വിൽപ്പനശാലയിൽ സായാഹ്ന സെയിൽസ്മാൻ. പിന്നീട് ശനി ഞായർ ദിവസങ്ങളിൽ ആലുവയിലെ ഇന്റർനെറ്റ് കഫേയിൽ സഹായി, സൈക്കിൾ കടയിലെ സെയിൽസ്മാൻ. ഈ ചെറുകിട ജോലികൾ ചെയ്യുമ്പോഴും ജനീഷിലെ പ്രാസംഗികനും സംഘാടകനുമൊക്കെ തലപൊക്കി.
എപ്പോഴും നാട്ടുകാർക്കിടയിൽ വലിയ കൗതുകവും സംസാരവുമായി ഈ ചെറുപ്പക്കാരൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ നേടിയതിനു ശേഷം തൃശൂർ ഗവൺമെൻറ് ലോ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു യുഗത്തിന് തുടക്കമായി. ജനീഷിൻ്റെ അമ്മ പുഷ്പ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ഇവിടം വരെ എത്താൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സമരങ്ങൾക്കിടയിൽ പോലീസിൻ്റെ അടികിട്ടി. ജയിലിൽ കിടന്നു. അവൻ തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്കുണ്ടായ സങ്കടം എത്രയെന്നറിയാമോ? ഒടുവിൽ അവൻ അർഹതയുള്ള സ്ഥാനത്തെത്തിയതിൽ തനിക്ക് സന്തോഷമെന്ന അമ്മ പുഷ്പ. കഴിഞ്ഞ 20 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് തൻ്റെ മകന് ലഭിച്ചതെന്ന് അമ്മ പറയുന്നു. ലീഡർ കെ കരുണാകരൻ്റെ തട്ടകമായ തൃശൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ മന്ത്രിയാകുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന വിശേഷണവും ജനീഷിനുണ്ട്. VM സുധീറിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ നേതാവ് എന്ന പ്രശസ്തി നേരത്തെ ജനീഷിന് ലഭിച്ചിരുന്നു. ജില്ലയിലെ എന്നല്ല സംസ്ഥാന കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഇപ്പോൾ ഇതൊരു അത്ഭുത വാർത്തയാണ്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മന്ത്രിയായേക്കും എന്ന സൂചന ജനീഷിന് ലഭിച്ചിരുന്നു. സ്വന്തം ജീവിത പങ്കാളിയോട് പോലും ജനീഷ് അത് വ്യക്തമാക്കിയില്ല. അമിത പ്രതീക്ഷ ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് താൻ ഇത്തരമൊരു സൂചന നൽകാത്തത് എന്ന് ജനീഷ് പറയുന്നു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഇക്കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിക്കുമ്പോൾ താൻ മന്ത്രിയാകും എന്നൊരിക്കൽ പോലും ജനീഷ് പൂർണ്ണമായി കരുതിയിരുന്നില്ല. ഒടുവിൽ യാത്രക്കിടയിൽ ആ ഫോൺ കോൾ എത്തി. നാളെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണം. അമിത ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ജനീഷ് മുതിർന്നില്ല. ആത്മവിശ്വാസത്തോടെ കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു. ജനീഷിനെ പോലെയുള്ള യുവതയെ മന്ത്രിസ്ഥാനത്തെത്തിക്കുമ്പോൾ എത്ര ജനകീയമാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയെന്ന് നമ്മൾ കരുതും. ഇതുതന്നെയാണ് ഈ മന്ത്രിസഭയുടെ പ്രത്യേകതയും. സാമുദായിക പരിഗണനയും ജില്ലാ പരിഗണനയും ഒക്കെ വെച്ചാണ് ജനീഷിന് നറുക്കു വീണത് എന്നത് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അതിലപ്പുറം അർഹിക്കുന്നവനെ തന്നെ അംഗീകാരം തേടിയെത്തുന്നു എന്ന ഏറ്റവും വലിയ വിശേഷണവും ഇതിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.